നമസ്കാരം. ചിലന്തിയാറിൽ തടയണ നിർമ്മിക്കാനും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണത്തിനുമായി മുന്നിട്ടിറങ്ങാനുമുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ എതിർപ്പുയർത്തി തമിഴ്നാട് രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് ആവശ്യമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം തമിഴ്നാട് CPM-ഉം കേരളത്തിന്റെ നീക്കത്തെ എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിന്റെ നീക്കം കോടതി അലക്ഷ്യമെന്നാണ് തമിഴ്നാട് CPM ഘടകത്തിന്റെ നിലപാട്. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്ന സമീപനമാണ് കേരളത്തിൻ്റെത്. തമിഴ്നാടിനെ കൂടി വിശ്വാസത്തിലെടുത്ത് അണക്കെട്ട് നിർമ്മിക്കുക എന്നതാണ് ലക്ഷ്യം. എന്നാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ തൊട്ട് കളിക്കുക എന്നത് തമിഴ്നാട്ടിൽ വലിയൊരു വൈകാരിക പ്രശ്നമായതിനാൽ കേരളത്തോട് സൗഹാർദ്ദ സമീപനമുള്ള സ്റ്റാലിനും നിലപാട് കടുപ്പിക്കേണ്ടി വരും എന്നത് തീർച്ചയാണ്. തമിഴ്നാടിന്റെ അനുമതിയില്ലാതെ മുല്ലപ്പെരിയാറിൽ ഒരു ഇഷ്ടിക പോലും തൊടാൻ കഴിയില്ലെന്ന് തമിഴ്നാട് മന്ത്രി ദുരൈമുരുഗൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനിടെ ചിലന്തിയാറിൽ തടയണ നിർമ്മിക്കാൻ നടത്തിയ നീക്കം തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധം വിളിച്ചു വരുത്തുകയായിരുന്നു. എന്നാൽ ജലവിതരണത്തിനുള്ള സംവിധാനം മാത്രമാണ് നിർമ്മിക്കുന്നതെന്ന് വ്യക്തമാക്കി കേരളം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൃഷിക്കായി വെള്ളം തുറന്നുവിടുന്നത് ഇന്ന് തുടങ്ങുകയാണ്. തേനി ജില്ലയിലെ 14,707 ഏക്കർ പ്രദേശത്തെ കൃഷിയാണ് മുല്ലപ്പെരിയാർ തമിഴ്നാടിന്റെ വലിയ ആശങ്കയാക്കി മാറ്റുന്നത്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.